ഹായ് കൂട്ടുകാരെ, രുചിത്തട്ടിലേക്ക് സ്വാഗതം. നല്ല ജ്യൂസി ആയിട്ട് നല്ല ചീസി ആയിട്ടുള്ള ഒരു ലോഡർ ഫ്രൈസ് ഉണ്ടാക്കിയാലോ. അതിന് ഞാനിതാ അവിടെ ആദ്യം മയോണീസാണ് റെഡിയാക്കണത്. 4 വെളുത്തുള്ളി എടുത്തെടുത്തിട്ടുണ്ട്, പിന്നെ അതിലേക്ക് 2 കോഴിമുട്ട ചേർത്തെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ചേർത്തെടുക്കുന്നത് 1 കപ്പ് അളവിൽ സൺഫ്ലവർ ഓയിലാണ്. അതിന് മുന്നേ കുറച്ച് ഉപ്പ് ചേർത്തെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ 1 കപ്പ് അളവിൽ സൺഫ്ലവർ ഓയിലും കൂടി ചേർത്തിട്ട് നന്നായിട്ട് അടിച്ചെടുക്കുക കേട്ടോ. നന്നായിട്ട് എടുത്തതിന് ശേഷം നമ്മളതിലേക്ക് ഇനി കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്തെടുക്കണം കേട്ടോ. ഇനി ഈ സമയം നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. എരിവിനനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടുകുറക്കൊക്കെ ചെയ്യാവുന്നതാണ് കേട്ടോ. ഇപ്പോൾ മയോണീസ് റെഡിയായി. ഇനി വൈറ്റ് സോസാണ് വേണ്ടത്. അതിനായിട്ടൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കണം മൈദയാണ്. മൈദ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് 1 ടീസ്പൂൺ അളവിൽ മൈദ ചേർത്ത് കൊടുത്തു. മൈദ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നമ്മളിവിടെ ലോ ഫ്ലെയിമിലിട്ടിട്ട് ചേർത്ത് കൊടുക്കുക. ഒരിക്കലും ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ചേർത്ത് കൊടുക്കരുത്, മൈദ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതാ മൈദ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ബട്ടറും മൈദയും കൂടി ഒന്ന് കുക്കാക്കി എടുക്കുക. മൈദ ഒട്ടും കരിഞ്ഞു പോകരുത്. മൈദയുടെ സ്മെല്ലൊക്കെ ഒന്ന് മാറി നന്നായിട്ടൊന്ന് കുക്കായതിന് ശേഷം അതിലേക്ക് 1 കപ്പ് അളവിൽ പാലും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. 1 കപ്പ് അളവിൽ പാൽ മുഴുവനായി ചേർത്ത് കൊടുത്തതിന് ശേഷം ചെറുതായിട്ട് തള വരുന്ന സമയത്ത് അതിലേക്ക് ഉപ്പും 1 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി ഞാൻ ഇതിലേക്ക് മൊസറല്ല ചീസാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അത് നമ്മൾ ഒരു 1/4 കപ്പ് അളവിന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. 1/2 കപ്പ് അളവിനാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി അതിലേക്ക് 1/4 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കാശ്മീരി ചില്ലിയാണ്, ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഫ്രഞ്ച് ഫ്രൈസ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് എണ്ണ നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഫ്രഞ്ച് ഫ്രൈസ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കുക. പെട്ടെന്ന് കുക്കായി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കടയിൽ നിന്ന് ഫ്രഞ്ച് ഫ്രൈസ് റെഡിയാക്കി എടുത്തത് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. നമുക്ക് വീട്ടിൽ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്നതാണ് കേട്ടോ. ഞാനിവിടെ ഓൾറെഡി റെഡിയാക്കിയെടുത്ത ഫ്രഞ്ച് ഫ്രൈസ് കടയിൽ നിന്ന് വാങ്ങിയിട്ടാണ് പൊരിച്ചെടുത്തിട്ട് അതും കൂടി മാറ്റി വെക്കാം. ഇനി നമുക്ക് അടുത്ത സോസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് അളവിൽ പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. 1/2 ടീസ്പൂൺ അളവിൽ മുളക് പൊടി ഇട്ട് കൊടുക്കുക. 1 ടീസ്പൂണിൽ കുറച്ച് കുറവുള്ളത് കാരണം ഞാൻ വീണ്ടും കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടോ. അതിനാണ് 1 ടീസ്പൂൺ അളവിൽ കുരുമുളക് ഇടാൻ പറഞ്ഞത്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും 1 ടീസ്പൂൺ അളവിൽ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ 2 ടേബിൾ സ്പൂൺ അളവിൽ കെച്ചപ്പ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ അളവിൽ മയോണൈസും കൂടി ചേർത്ത് കൊടുക്കുക. 4 ടേബിൾ സ്പൂൺ അളവിൽ മയോണൈസും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇവിടെ ഞാൻ കോഴിമുട്ട ചേർക്കാത്ത മയോണൈസാണ് ഉപയോഗിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കോഴിമുട്ട അടിക്കുന്നതിന് മുന്നേ പാല് മാത്രം ഒഴിച്ചിട്ട് മയോണൈസ് തയ്യാറാക്കാവുന്നതാണ് കേട്ടോ. മയോണൈസിൻ്റെ റെസിപ്പി ഈ ചാനലിലുണ്ട് കേട്ടോ. നിങ്ങൾക്കൊന്ന് ചെക്ക് ചെയ്താൽ കാണാവുന്നതാണ്. ഇത് കോഴിമുട്ട ചേർക്കാത്ത മയോണൈസാണ്. അത് ഞാൻ പാല് ചേർത്ത് ഉണ്ടാക്കിയെടുത്ത മയോണൈസാണ് 2 ടേബിൾ സ്പൂൺ അളവിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നന്നായിട്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം അതും കൂടി മാറ്റി വെക്കാം. ഇനി 2 പാത്രം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. രണ്ടിലും 2 തരം സോസ് ആയതുകൊണ്ടാണ് ഇങ്ങനെ ആക്കിയെടുത്തിട്ടുണ്ട്. രണ്ടിലും ഒരേ അളവിൽ ഫ്രഞ്ച് ഫ്രൈസ് ഇട്ട് കൊടുക്കുക. പിന്നെ ഞാനിവിടെ മറന്നത് ചിക്കൻ പൊരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വിട്ടുപോയതാണ് കേട്ടോ. അത് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മളിതിലേക്ക് വൈറ്റ് സോസ് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. മറ്റതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച റെഡും സോസ് ഉണ്ടല്ലോ, ചീസൊക്കെ ചേർത്ത് അതും കൂടി ഇട്ട് കൊടുക്കുക. വീണ്ടും നമ്മൾ ഫ്രഞ്ച് ഫ്രൈസ് ഇട്ട് കൊടുക്കുക. അതിന് ശേഷം വീണ്ടും ചിക്കൻ ഇട്ട് കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ മയോണീസും വൈറ്റ് സോസ് ഇട്ട് കൊടുക്കുക. അതിന് ശേഷം മറ്റേ പാത്രത്തിൽ നമ്മളിതുപോലെ തന്നെ ഇതേ രീതിയിൽ റെഡിയാക്കി കൊടുക്കുക. എല്ലാത്തിൻ്റെ മുകളിലായിട്ട് ഞാനിവിടെ ചീസ് സ്ലൈസ് ചെയ്തതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഒന്ന് ചെറുതായിട്ട് ഒരു 10 മിനിറ്റ് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അടിപൊളി ലോഡർ ഫ്രൈസ് റെഡി ആയിട്ടുണ്ട്. ഈ റെസിപ്പി ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കമൻറ്റ് പറയാനും മറക്കരുതേ.